വയനാട് ജില്ലയിൽ 3 നിയോജകമണ്ഡലങ്ങളിലും കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചത് ഏറ്റവും സമർത്ഥരായ ഈ നാടിൻ്റെ വികസന കാഴ്ചപ്പാടിനോട് ചേർന്ന് പോകുന്ന ഏറ്റവും പ്രബുദ്ധരായിട്ടുള്ള വികസന കാഴ്ചപ്പാടുകളുള്ള സ്ഥാനാർത്ഥികളെയാണ്. കൽപ്പറ്റയിലെടുത്താൽ ശ്രീ PK അനിൽകുമാർ, അദ്ദേഹം കൽപ്പറ്റ ബ്ലോക്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ജില്ലാ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു. മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന, കേരളത്തിൽ തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു നേതാവിൻ്റെ മകൻ കൂടിയാണ്. രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ്. മാത്രമല്ല അദ്ദേഹത്തെ വിദേശങ്ങളിൽ ഉൾപ്പെടെ ജോലി ചെയ്തുള്ള അനുഭവ പരിചയമുണ്ട്, വിവിധ ഭാഷകൾ അറിയാം. അപ്പോൾ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയുള്ള ഒരു നേതാവിനെയാണ് കൽപ്പറ്റയിൽ LDF മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മാനന്തവാടിയിലെ നമ്മുടെ ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള മന്ത്രി KR കേളു, അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി മാനന്തവാടിയിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്തത് അകന്നു കഴിയുന്ന എത്രയോ ആളുകളെ പാലങ്ങളിലും, അതായത് പുതിയ വെള്ളൂർക്കാവിലെ പാലം എടുത്താലും പനമരത്തെ ചെറുപാലം എടുത്താലും അത് വികസനത്തിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. മാനന്തവാടി നിയോജകമണ്ഡലത്തിൽ ആളുകളെ ബന്ധിപ്പിച്ചു. ദേശത്തിനും ജാതിക്കും മതത്തിനും അതീതമായി അദ്ദേഹം വികസനം കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ കൂടെ അദ്ദേഹത്തിന് അവസരം നൽകുക എന്നുള്ളത് ആ നാട്ടിലെ മാനന്തവാടി നിയോജകമണ്ഡലത്തിലെ ഓരോ ആളുകളുടെയും ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. അതേപോലെ ഇപ്പം സുൽത്താൻ ബത്തേരി എടുത്താൽ നമ്മുടെ MS വിശ്വനാഥൻ എല്ലാവർക്കും അറിയുന്ന, അദ്ദേഹം ഒരു മുൻ കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജോയിൻ ചെയ്ത അന്നു മുതൽ ഒരു ഉറച്ച ഇടതുപക്ഷക്കാരനായി അദ്ദേഹം സുൽത്താൻ ബത്തേരിയുടെ എല്ലാ പൾസുകളും അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ കഴിഞ്ഞ 15 വർഷമായി അവിടെ എന്തൊക്കെ നടപ്പാക്കിയിട്ടില്ല, അവിടെ എന്തൊക്കെ വികസന മുരടിപ്പുകളുണ്ടെന്ന് വ്യക്തമായി അറിയുന്ന നേതാവാണ് MS വിശ്വനാഥൻ. അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സുൽത്താൻ ബത്തേരിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി അത് എന്തുകൊണ്ടും UDF സ്ഥാനാർത്ഥിയേക്കാൾ അല്ലെങ്കിൽ മറ്റു സ്ഥാനാർത്ഥികളെക്കാൾ മികച്ചതാണെന്ന് പറയുവാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ 3ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ ഈ 3 സീറ്റുകളിലും തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനമാണ്, അല്ലാതെ മുരടിപ്പൻ രാഷ്ട്രീയമല്ല. വികസന പിന്തുടർച്ചയുള്ള ഒരു ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് എല്ലാ തരത്തിലുള്ള പശ്ചാത്തല വികസനങ്ങളും എന്തൊക്കെ ഈ 10 വർഷക്കാലം കൊണ്ട് ചെയ്തോ അതിൻ്റെ തുടർച്ചയാണ് ജനം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നതിൽ ഒരു സംശയമില്ല.